നമ്മളിതുവരെ സംസാരിച്ചത് ടെൻസസിനെ കുറിച്ചാണ്. ടെൻസസ് പ്രസൻറ്റ് ടെൻസിലെ 4 ടെൻസസ്: സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പാസ്റ്റ് ടെൻസിലേക്ക് വരുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഫ്യൂച്ചർ ടെൻസിൽ വരുമ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇതിലിപ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് വരെയാണ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഫോർമുല സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ്. അതായത് ഏത് സബ്ജക്റ്റിൻ്റെ കൂടെയും ഹാഡ് ചേർക്കാം, പക്ഷേ V3 ആവണം വെർബ്. ഐ യു വിതേ പ്ലൂറൽ, ഹീ ഷീറ്റ് സിംഗുലർ, നൗൺ. എന്താണ് ഉപയോഗം എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരു നിശ്ചിത കാലഘട്ടത്തിന് മുമ്പ് പൂർത്തീകരിച്ച പ്രവർത്തനത്തെ പറ്റി സൂചിപ്പിക്കാനാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന്, ഹി ഹാഡ് കംപ്ലീറ്റഡ് ഹിസ് എഡ്യൂക്കേഷൻ ബിഫോർ 2000. 2000 മുമ്പ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഹി ഹാഡ് കംപ്ലീറ്റഡ് ഹിസ് എഡ്യൂക്കേഷൻ. ഹി ഹാഡ് കംപ്ലീറ്റഡ്, കംപ്ലീറ്റഡ്. സോ ദാറ്റ് ഈസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ V3 ഫോം. ഇതിനി നമുക്ക് ഐ യു വിതേ പ്ലൂറൽ, ഹി ഷീറ്റ് സിംഗുലർ, നൗണിലേക്ക് വരുമ്പോൾ ഐ ഹാഡ് കംപ്ലീറ്റഡ്, you had completed, we had completed, they had completed, boys had completed, he had completed, she had completed, it had completed, boy had completed, Baiju had completed. അപ്പോൾ ഒരു നിശ്ചിത കാലഘട്ടത്തിന് മുമ്പ് എന്ന് പറയുമ്പോഴാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിട്ട് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ചോദ്യം, അപ്പോൾ ഈ സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ ഉപയോഗം നമ്മൾ പഠിച്ചത് മുമ്പ് ചെയ്ത കാര്യത്തെ പറ്റി സൂചിപ്പിക്കാൻ സിമ്പിൾ പാസ്റ്റ് ടെൻസ് മതി എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഒരു കൺഫ്യൂഷൻ, ഒരു പക്ഷേ നിങ്ങൾക്കത് ബോധ്യമായിട്ടുണ്ടാവില്ല. ഇത് ബോധ്യമായെങ്കിൽ മാത്രമാണ് നമുക്ക് തറവായിട്ട് പഠിക്കാൻ പറ്റുക. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, മുമ്പ് പൂർത്തിയാക്കി അതിപ്പോഴും അതിൻ്റെ എഫക്റ്റ് നമ്മുടെ മനസ്സിലുണ്ട് എന്ന് തോന്നുന്നതിനാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസും സിമ്പിൾ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും തമ്മിൽ എന്താണ് വ്യത്യാസം? എൻ്റെ സ്റ്റുഡൻസ് വ്യക്തമായി മനസ്സിലാക്കുക. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഒന്നുകിൽ മുമ്പ് പൂർത്തീകരിച്ച സംഗതിയുടെ എഫക്റ്റ് ഇപ്പോഴും ഉണ്ട് എന്ന് പറയുമ്പോഴാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. അപ്പോൾ ഈ സംസാരിക്കുന്ന വ്യക്തി ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടോ ഇല്ലേ എന്ന് എങ്ങനെയാണ് കേൾക്കുന്നതിന് മനസ്സിലാവുക? സ്വാഭാവികമായിട്ടും ആ ഒരു ചോദ്യം നിങ്ങൾ എന്നോട് ചോദിച്ചേക്കാം. സാഹചര്യത്തിനനുസരിച്ച് മനസ്സിലാക്കുക എന്നുള്ളതല്ലാതെ ഒരു വഴിയില്ല. പിന്നെ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ എപ്പോൾ ചെയ്തു എന്നില്ല, ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ കാലഘട്ടത്തിൻ്റെ ഒരു നിശ്ചിത കാലഘട്ടത്തിന് മുമ്പ്, അതായത് ബിഫോർ എന്ന് പറയുമ്പോഴാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എന്ന് നമ്മൾ ആദ്യം ഉൾക്കൊള്ളണം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് അടക്കം 8 ടെൻസസ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഞാനൊരു വെർബ് ഉപയോഗിച്ച് ഈ 8 ടെൻസസിനെ ഒന്നും കൂടി യൂസ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് വെർബ് ഡാൻസ് ആയിക്കോട്ടെ. സോ ഐ ഡാൻസ്, ഞാൻ ഡാൻസ് ചെയ്യാറുണ്ട്. ഐ ആം ഡാൻസിങ്, ഞാൻ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഐ ഹാവ് ഡാൻസ്ഡ്, ഞാൻ ഡാൻസ് ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് ബീൻ ഡാൻസിങ് സിൻസ് ജാനുവരി മുതൽ ഞാൻ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രസൻറ്റ് ടെൻസ് കഴിഞ്ഞു. ഐ ഡാൻസ്ഡ്, ഞാൻ ഡാൻസ് ചെയ്തു. ഐ വാസ് ഡാൻസിങ്, ഞാൻ ഡാൻസ് ചെയ്യുകയായിരുന്നു. ഐ ഹാഡ് ഡാൻസ്ഡ് ബിഫോർ 2024 മുമ്പ് ഞാൻ ഡാൻസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എല്ലാ സബ്ജക്റ്റുമായിട്ട് ചേർക്കാം. യു ഡാൻസ്, യു ആർ ഡാൻസിങ്. You have danced, you have been dancing. You danced, you were dancing, you had danced before February. We dance, we are dancing, we have danced, we have been dancing since morning. We danced, we were dancing, we had danced before 2024. They danced, they are dancing, they have danced, they have been dancing since morning. They danced, they were dancing, they had danced before December. Teachers dance, teachers are dancing. Teachers have danced, teachers have been dancing since April.
Teachers danced, teachers were dancing, teachers had danced before 2010. He dances, he is dancing, he has danced, he has been dancing since February. He danced, he was dancing, he had danced before November. She dances, she is dancing, she has danced, she has been dancing since April. She danced, she was dancing, she had danced before 2021. It dances, it is dancing, it has danced, it has been dancing. It danced, it was dancing, it had danced before 2025. Teacher dances, teacher is dancing, teacher has danced, teacher has been dancing since morning. Teacher danced, teacher was dancing, teacher had danced before 2020. Baiju dances, Baiju is dancing, Baiju has danced, Baiju has been dancing since 2021. Baiju danced, Baiju was dancing, Baiju had danced before 2014. അപ്പോൾ നമ്മളിപ്പോൾ 8 ടെൻസസിനെ കുറിച്ച് മനസ്സിലാക്കി. ഇനി 9ലേക്ക് വരികയാണ്. 9ാമത്തെ ടെൻസ് എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോർമുല സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് V1 പ്ലസ് ING ആണ്. ഒന്നുകൂടി പറയാം, സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് V1 പ്ലസ് ING. സബ്ജക്റ്റ് ഏതാണെങ്കിലും നമുക്ക് ഹാഡ് ബീൻ യൂസ് ചെയ്യാം. I had been working, you had been working, we had been working, they had been working, boys had been working, he had been working, she had been working, it had been working. Teacher had been working, Ranjit had been working. See, ഇനി ഇതൊന്ന് മനസ്സിലാവേണ്ടത് എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഉപയോഗം. ഒരു നിശ്ചിത കാലം മുമ്പ്, അതിനും ഒരു നിശ്ചിത കാലം മുമ്പ് തുടങ്ങിയ അല്ലെങ്കിൽ നിശ്ചിത കാലത്തോളമായി തുടരുന്ന പ്രവൃത്തി അപ്പോഴും തുടരുകയായിരുന്നു എന്ന് പറയാനാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് മനസ്സിലായിരുന്നു. 2020 ഞാൻ ദുബായ് സന്ദർശിക്കുമ്പോൾ അവൻ ആ കമ്പനിയിൽ 2010 മുതൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാൻ. അതല്ലെങ്കിൽ 2020 ഞാൻ ദുബായ് സന്ദർശിക്കുമ്പോൾ അപ്പോൾ അത് കഴിഞ്ഞ 10 വർഷത്തോളമായി അവൻ ആ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാൻ. എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം ലെങ്തി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഒറ്റ സ്ട്രെച്ചിലല്ല സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്നത്. സംസാരത്തിൽ ഈ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഒന്നും നമുക്ക് ഉപയോഗിക്കേണ്ടി വരില്ല. ബട്ട് എൻ്റെ സ്റ്റുഡൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, എത്രയോ പ്രാവശ്യം പറഞ്ഞ പോലെ, ഒരു എക്സാമിന്, നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പോകുമ്പോൾ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പരാജയപ്പെടരുത്. ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന എക്സ്ട്രാ ആണ്. അപ്പോൾ അതിനാണിത് പഠിപ്പിക്കുന്നത്. അല്ലാതെ സംസാരിക്കുമ്പോൾ ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഡയലോഗ്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്യില്ല. സംസാരിക്കുമ്പോൾ എപ്പോഴും 2-3 ഡയലോഗ്സ്, 2-3 വേർഡ്സ് അത്ര മതി, അത് പഠിച്ചാൽ മതി. അപ്പോൾ ഇത് നമ്മൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഇത് പഠിക്കുന്നതെന്ന് ഓർമ്മിക്കുക. അപ്പോൾ ഞാൻ ദുബൈയിൽ പോകുമ്പോൾ 2020 പോകുമ്പോൾ അതിനും 10 വർഷം മുമ്പ് അല്ലെങ്കിൽ 2010 മുതൽ അവൻ ആ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുകയാണ്. ഹി ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ ദ കമ്പനി for 10 years when I visited Dubai in 2020. അതല്ലെങ്കിൽ he had been working in the company since 2010 when I visited Dubai in 2020. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു നിശ്ചിത കാലം മുതൽക്ക് എന്ന് പറയാൻ സിൻസ് എന്നും കാലത്തോളം എന്ന് പറയാൻ ഫോർ എന്നുമാണ് ഉപയോഗിക്കേണ്ടത്. സിൻസ് 2010 എന്ന് പറയുമ്പോൾ 2010 മുതൽ, ഫോർ 10 years എന്ന് പറഞ്ഞാൽ 10 കൊല്ലത്തോളമായി. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഉപയോഗം കഴിഞ്ഞ കാലഘട്ടത്തിൽ അതിനും ഒരു നിശ്ചിത കാലഘട്ടം മുതൽ തുടങ്ങിയ പ്രവൃത്തി അപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാനാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഏകദേശം 8ാമത്തെ ടെൻസ് കൂടി പഠിച്ചു കഴിഞ്ഞു.
ഇനി ഇതിനെ നമ്മളൊന്ന് നോക്കുകയാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസൻറ്റ് ടെൻസ് ഓവർ, സിമ്പിൾ പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. 8 ടെൻസസ് നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വെർബ് എടുക്കുകയാണ്. ആ വെർബ് എടുത്തിട്ട് നമ്മൾ സംസാരിക്കുകയാണ്. എൻജോയ് ആയിക്കോട്ടെ. ഐ എൻജോയ്, ഐ ആം എൻജോയിങ്, ഐ ഹാവ് എൻജോയ്ഡ്, ഐ ഹാവ് ബീൻ എൻജോയിങ് സിൻസ് മോർണിംഗ്. I enjoyed, I was enjoying, I had enjoyed before my childhood, I had been enjoying since 2012 when you met me in 2020. ഇനി ഇതേ സംഗതികൾ തന്നെ നമ്മളെ ബാക്കി എല്ലാ സബ്ജക്റ്റുമായിട്ട് ചേർത്ത് പറയാനും കൂടി നിങ്ങൾ ശ്രമിക്കുക. യു എൻജോയ്, യു ആർ എൻജോയിങ്, യു ഹാവ് എൻജോയ്ഡ്, യു ഹാവ് ബീൻ എൻജോയിങ്, യു എൻജോയ്ഡ്, യു ആർ എൻജോയിങ്, യു had enjoyed, you had been enjoying. We enjoy, we are enjoying, we have enjoyed, we have been enjoying since morning. We enjoyed, we were enjoying, we had enjoyed, we had been enjoying since 2010. They enjoy, they are enjoying, they have enjoyed, they have been enjoying since morning. They enjoyed, they were enjoying, they had enjoyed since 2014. Friends enjoy, friends are enjoying, friends have enjoyed, friends have been enjoying since 2010. Friends enjoyed, friends were enjoying, friends had enjoyed before 2010. Friends had been enjoying since 2010. He enjoys, that is the, he enjoys, he is enjoying, he has enjoyed, he has been enjoying since morning. He enjoyed, he was enjoying, he had enjoyed before 2010. He had been enjoying since 2014. She enjoys, she is enjoying, she has enjoyed, she has been enjoying since morning. She enjoyed, she was enjoying, she had enjoyed before 2010. She had been enjoying since 2014. It enjoys, it is enjoying, it has enjoyed, it has been enjoying since morning. It enjoyed, it was enjoying, it had enjoyed before 2010. It had been enjoying for 10 years. Friend enjoys, friend is enjoying, friend has enjoyed, friend has been enjoying since morning. Friend enjoyed, friend was enjoying, friend had enjoyed before 2011. Friend had been enjoying since 2011. Ranjit enjoys, Ranjit is enjoying, Ranjit has enjoyed, Ranjit has been enjoying since 2012. Ranjit enjoyed, Ranjit was enjoying, Ranjit had enjoyed before 2015. Ranjit had been enjoying since 2015. ഏത് സബ്ജക്റ്റുമായിട്ടും പറയാനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഇപ്പോൾ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസും പ്രസൻറ്റ് ടെൻസും പഠിച്ചു. ഞാൻ ഇനിയും നിങ്ങളോട് പറയുന്നത് ഇതൊക്കെ കൂടി കാണാതെ പഠിക്കുന്നതിന് പകരം പ്രസൻറ്റ് ടെൻസിലെ 2 ടെൻസസും പാസ്റ്റ് ടെൻസിലെ 2 ടെൻസസും നിങ്ങൾ കാണാതെ പഠിച്ചാൽ മതി. പ്രസൻറ്റ് ടെൻസിലെ 2 ടെൻസ് ഒന്ന് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്, പിന്നെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസിലെ സിമ്പിൾ പാസ്റ്റ് ടെൻസും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസും നമുക്ക് നോക്കാം. എൻജോയ് വെച്ച് തന്നെ നോക്കുമ്പോൾ ബൈജു എൻജോയ്സ്, ബൈജു എൻജോയ് ചെയ്യാറുണ്ട്. ബൈജു ഈസ് എൻജോയിങ് നൗ, ബൈജു എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബൈജു എൻജോയ്ഡ്, ബൈജു ആസ്വദിച്ചു. ബൈജു വാസ് എൻജോയിങ്, ആ സമയത്ത് ബൈജു എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മതി. ബാക്കി ടെൻസസ് നമ്മുടെ റിട്ടൺ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ തരുന്നത്. അപ്പോൾ പ്രസൻറ്റ് ടെൻസും പാസ്റ്റ് ടെൻസും കഴിഞ്ഞു. ഇനി നമ്മൾ ഫ്യൂച്ചർ ടെൻസിലേക്ക് വരികയാണ്. ഫ്യൂച്ചർ ടെൻസിന് ഈ പറഞ്ഞ പോലെ തന്നെ 4 ടെൻസസ് ഉണ്ട്. ഫ്യൂച്ചർ ടെൻസിലെ ഫസ്റ്റ് വരുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസാണ്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് V1 ആണ്. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് V1. സബ്ജക്റ്റ് ഏതാണെങ്കിലും അതിൻ്റെ കൂടെ വില്ലും ഷാളും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വെർബ് V1 മാത്രമേ യൂസ് ചെയ്യാവൂ. സബ്ജക്റ്റ് ഐ യു വി ദേ പ്ലൂറൽ, ഹി ഷീറ്റ് സിംഗുലർ നൗൺ. ഐ വിൽ ഗോ, ഞാൻ പോകും. ഹി വിൽ ഗോ, അവൻ പോകും. എന്നാൽ എന്താണ് ഈ ഷാള്? ഐ ഷാൾ ഗോ. വില്ല് പറയുമ്പോൾ ഉറപ്പാണ്. ഐ വിൽ ഗോ എന്ന് പറഞ്ഞാൽ ഞാൻ പോകും. ഐ ഷാൾ ഗോ എന്ന് പറഞ്ഞാലോ ഞാൻ പോയേക്കാം, അല്ലെങ്കിൽ ഞാൻ പോയിക്കോളാം. നമ്മൾ കളിക്കുമ്പോൾ ഐ വിൽ എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കും, ഐ ഷാൾ എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തോളാം. കിട്ടിയേ കിട്ടി, പോയാൽ പോയി. അതാണ് ഷാളും വില്ലും തമ്മിലുള്ള വ്യത്യാസം. ഷാളെന്ന് പറയുമ്പോൾ ഉറപ്പില്ല,
വില്ലെന്ന് പറയുമ്പോൾ ഉറപ്പിക്കുന്നു. ഇതാണ് വ്യത്യാസം. ഭാവിയിൽ ചെയ്യും, ഭാവിയിൽ ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് പറയാൻ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസാണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഐ വിൽ ഗോ, ഞാൻ പോകും. യു വിൽ ഗോ, നീ പോകും. വി വിൽ ഗോ, നമ്മൾ പോകും. ദേ വിൽ ഗോ, അവർ പോകും. ടീച്ചേഴ്സ് വിൽ ഗോ, ടീച്ചേഴ്സ് പോകും. ഹി വിൽ ഗോ, അവൻ പോകും. ഷീ വിൽ ഗോ, അവൾ പോകും. ഇറ്റ് വിൽ ഗോ, അത് പോകും അല്ലെങ്കിൽ പോകും. ടീച്ചർ വിൽ ഗോ, ടീച്ചർ പോകും. ബൈജു വിൽ ഗോ, ബൈജു പോകും. കഴിഞ്ഞു. അപ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ ഒന്നുമില്ല. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് V1, അതിൻ്റെ ഉപയോഗം ഇത്രയേ ഉള്ളൂ, ഭാവിയിൽ ചെയ്യും. അപ്പോൾ നമ്മളിനി ഒരു വെർബ് വെച്ചിട്ട് നമ്മൾ തുടക്കം മുതൽ സിമ്പിൾ ഫ്യൂച്ചർ പ്രസൻറ്റ് ടെൻസും പാസ്റ്റ് ടെൻസും ഇനി ഫ്യൂച്ചർ ടെൻസിലെ ഫസ്റ്റ് കൂടി എടുക്കുകയാണ്. അപ്പോൾ റീഡ് ആയിക്കോട്ടെ. ഐ റീഡ്, ഐ ആം റീഡിങ്, ഐ ഹാവ് റെഡ്, ഐ ഹാവ് ബീൻ റീഡിങ് സിൻസ് മോർണിംഗ്. I read, I was reading, I had read before 2007, I had been reading since my childhood, I will read. ഇനി അതേപോലെ എല്ലാ സബ്ജക്റ്റ് യു വി ദേ പ്ലൂറൽ ഹി ഷീ ഇറ്റ് സിംഗുലർ നൗണൊക്കെ വെച്ചിട്ട് നമുക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും പുസ്തകത്തിലെ 19ാമത്തെ പേജിലുള്ള എല്ലാ വെർബുമായിട്ട് നിങ്ങൾ ചേർത്ത് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് സംസാരിക്കാനുള്ള വാക്കുകൾ അതിൽ നിന്ന് അറിയാതെ വാക്കുകളുടെ കൂട്ടങ്ങൾ കിട്ടും. ഇനി ഒന്നുകൂടി പറയാനുള്ളത്, ഈ 5 ടെൻസസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ബാക്കി 7 നമ്മുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഒരു വെർബ് എടുക്കുക. ഷൂട്ട്, ഐ ഷൂട്ട്, ഞാൻ ഷൂട്ട് ചെയ്യാറുണ്ട്. ഐ എം ഷൂട്ടിങ്, ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയി. ഐ ഷോട്ട്, ഞാൻ ഷൂട്ട് ചെയ്തു. ഐ വാസ് ഷൂട്ടിങ്, നീ വിളിക്കുമ്പോൾ ഞാൻ ഷൂട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ വിൽ ഷൂട്ട്, ഞാൻ ഷൂട്ട് ചെയ്യും. കഴിഞ്ഞു. അപ്പോൾ ഈ 5 ടെൻസസ് ഉണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. യു ഷൂട്ട്, യു ആർ ഷൂട്ടിങ്. യു ഷോട്ട്, യു ആർ ഷൂട്ടിങ്, യു വിൽ ഷൂട്ട്. ദേ ഷൂട്ട്, ദേ ആർ ഷൂട്ടിങ്. ദേ ഷോട്ട്, ദേ വർ ഷൂട്ടിങ്, ദേ വിൽ ഷൂട്ട്. We shoot, we are shooting. We shot, we were shooting, we will shoot. Shooters shoot, shooters are shooting. Shooters shot, shooters were shooting. Shooters will shoot. He shoots, he is shooting. He shot, he was shooting, he will shot. She shoots, she is shooting. She shot, she was shooting, she will shot. It shoots, it is shooting. It is shot, it was shooting, it will shoot. Director shoots, director is shooting. Director shot, director was shooting. Director will shoot. Baiju shoots, Baiju is shooting. Baiju shot, Baiju was shooting, Baiju will shoot. ഈ 5 ഉണ്ടായാൽ മതി. പക്ഷേ ബാക്കിയുള്ളത് കൂടി നിങ്ങൾ പഠിക്കുകയാണ്. എന്താണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോർമുല സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ബി പ്ലസ് V1 പ്ലസ് ING ആണ്. I will be playing, you will be playing, they will be playing, boys will be playing, he will be playing, she will be playing, it will be playing, boy will be playing, friend will be playing, Rija will be playing. എന്താണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഉപയോഗം? കണ്ടിന്യൂസ് നിങ്ങളിങ്ങനെ നോക്കിയാൽ മതി. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കാലത്ത് തുടർന്നുകൊണ്ടിരുന്ന പ്രവർത്തനം. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഉപയോഗം എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഈ പ്രസൻറ്റ് ടെൻസിൻ്റെയും പാസ്റ്റ് ടെൻസിൻ്റെയും ഇതേപോലെ കണ്ടിന്യൂസ് ടെൻസ് വരുന്നുണ്ട്, അത് കമ്പയർ ചെയ്താൽ മതി. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഉപയോഗം നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഉപയോഗം മുമ്പ് ഒരു നിശ്ചിത കാലത്ത് തുടർന്നുകൊണ്ടിരുന്ന പ്രവൃത്തിയെ പറ്റി സൂചിപ്പിക്കാനാണ്. അപ്പോൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഉപയോഗം തീർച്ചയായിട്ടും എന്താവും? ഭാവിയിൽ ഒരു നിശ്ചിത കാലത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തെ പറ്റി സൂചിപ്പിക്കാനാവും. ഉദാഹരണത്തിന് ഐ ആം ടോക്കിംഗ്, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അത് പ്രസൻറ്റ് ടെൻസ്. ഐ വാസ് ടോക്കിംഗ് വെൻ യു കോൾ മീ, നീ എന്നെ വിളിക്കുമ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസായി. അപ്പോൾ തീർച്ചയായിട്ടും ഇനി അത് ഫ്യൂച്ചർ ടെൻസിൽ പറയുമ്പോൾ എന്താണ്?
ഐ വിൽ ബി ടോക്കിംഗ് അറ്റ് 4 PM ഇൻ ദി ഈവനിങ്. വൈകുന്നേരം 4 മണിക്ക് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാവും. അപ്പോൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഭാവിയിൽ ഒരു നിശ്ചിത കാലത്ത് തുടർന്നു കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഐ വിൽ ബി ഡ്രൈവിംഗ് അറ്റ് 4 o'clock ഇൻ ദി ഈവനിങ്ങിൽ ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കാവും. ഐ വിൽ ബി ഇൻ ദി ക്ലാസ് അറ്റ് 4 AM ഓർ 10 AM ഇൻ ദ മോർണിംഗ് ടുമോറോ. നാളെ 10 മണിക്ക് ഞാൻ ക്ലാസ്സിലാവും. അപ്പോൾ ഭാവിയിൽ ഒരു നിശ്ചിത കാലത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തെ സൂചിപ്പിക്കാനാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഓരോ ടെൻസസും ഈ 4 നമുക്ക് കമ്പയർ ചെയ്യാം. ഇപ്പോൾ ഇതുവരെ ചർച്ച ചെയ്ത സിമ്പിൾ ഫ്യൂച്ചർ പ്രസൻറ്റ് ടെൻസിലെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഈ കാലത്തെ വർത്തമാനകാലത്തെ ശീലങ്ങളെ സൂചിപ്പിക്കുന്നു. ഐ ആക്ട്, ഞാൻ അഭിനയിക്കാറുണ്ട്. എന്നാൽ പാസ്റ്റ് ടെൻസിലാണെങ്കിലോ ഐ ആക്റ്റഡ്, ഞാൻ അഭിനയിച്ചു, സിമ്പിൾ പാസ്റ്റ് ടെൻസ്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലാണെങ്കിലോ ഐ വിൽ ആക്ട്, ഞാൻ അഭിനയിക്കും. ഇനി പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എടുത്ത് നോക്കൂ. ഐ ആം ആക്ടിങ്, ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിലോ ഐ വാസ് ആക്ടിങ്, ഞാൻ അപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിലോ ഐ വിൽ ബി ആക്ടിങ്, ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാവും ആ സമയത്ത്. അപ്പോൾ ഇതൊക്കെ കണക്ട് ചെയ്ത് ഈസി ആയിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇതുവരെ പഠിച്ച ഈ 10 ടെൻസസിനെ നമ്മളൊന്നും കൂടി എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്ത് നോക്കിയാണ്. ഇനി വേറൊരു വെർബ് എടുക്കാം. നമുക്ക് കൺഗ്രാജുലേറ്റ്, അഭിനന്ദിക്കുക. ഇപ്പം ഇതുവരെ ഞാൻ ഐ വെച്ചാൽ പറഞ്ഞത്, ഇനി വേറെ യു വെച്ച് കേട്ടോ. യു കൺഗ്രാജുലേറ്റ്, നീ അഭിനന്ദിക്കാറുണ്ട്. യു ആർ കൺഗ്രാജുലേറ്റിംഗ്. യു ഹാവ് കൺഗ്രാജുലേറ്റഡ്, യു ഹാവ് ബീൻ കൺഗ്രാജുലേറ്റിംഗ്. യു കൺഗ്രാജുലേറ്റഡ്, യു ആർ കൺഗ്രാജുലേറ്റിംഗ്. യു ഹാഡ് കൺഗ്രാജുലേറ്റഡ്, യു ഹാഡ് ബീൻ കൺഗ്രാജുലേറ്റിംഗ്. യു വിൽ കൺഗ്രാജുലേറ്റ്, യു വിൽ ബി കൺഗ്രാജുലേറ്റിംഗ്. റൈറ്റ്? അപ്പോൾ ഇതേ രീതിയിൽ ഒരുപാട് വാക്കുകൾ, വെർബുകൾ വീണ്ടും ഞാൻ പറയുന്നു 19ാമത്തെ പേജിലുണ്ട്. എല്ലാ വെർബിനെയും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും യൂസ് ചെയ്യണം. സോ നാച്ചുറലി നമ്മൾ കാണാതെ പഠിച്ചിട്ടൊന്നും ഒരാളുടെ അടുത്ത് വെച്ച് സംസാരിക്കാൻ പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആ റിയൽ ടൈമിൽ നമ്മുടെ നാവിൽ ഈ വേർഡ് ഗ്രൂപ്പ്സ് വരണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. സോ യു ഡു ദ പ്രാക്ടീസ്. അപ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് പഠിച്ചു, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് പഠിച്ചു. ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് കഴിഞ്ഞാൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് V3 ആണ്. ഒന്നുകൂടി ഞാൻ പറയാം. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് V3. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൻ്റെ ഉപയോഗം എന്താണെന്ന് നോക്കാൻ ഇനി നമ്മൾ ഇതേപോലെ പ്രസൻറ്റ് ടെൻസിൻ്റെയും പാസ്റ്റ് ടെൻസിൻ്റെയും ഉപയോഗത്തിലേക്ക്, പെർഫെക്റ്റ് ടെൻസിൻ്റെ ഉപയോഗത്തിലേക്ക് പോയാൽ മതി. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഉപയോഗം എന്തായിരുന്നു? സബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് V3. മറന്നിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ ഉപയോഗം എന്തായിരുന്നു? ഒരു മുമ്പ് പൂർത്തീകരിക്കപ്പെട്ട ഒരു സംഗതി, അതിൻ്റെ എഫക്റ്റ് ഇപ്പോഴും ഉണ്ട്. ഐ ഹാവ് വിസിറ്റഡ് ആഗ്ര, ഞാൻ ആഗ്ര സന്ദർശിച്ചിട്ടുണ്ട്. ഇനി ഇത് തന്നെ പാസ്റ്റ് ടെൻസിലേക്ക് വരുമ്പോഴോ ഐ ഹാഡ് വിസിറ്റഡ് ആഗ്ര ബിഫോർ 2011. 2011 മുമ്പ് ഞാൻ ആഗ്ര സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അപ്പോൾ തീർച്ചയായിട്ടും ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്താവും? ഭാവിയിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്ന പ്രവർത്തനത്തെ പറ്റി സൂചിപ്പിക്കാൻ. സോ ഐ വിൽ ഹാവ് വിസിറ്റഡ് ആഗ്ര ബൈ ജൂൺ 2025. 2025 ജൂണിന് മുമ്പ് ഞാൻ ആഗ്ര സന്ദർശിച്ചിട്ടുണ്ടാവും. ഞാൻ പൂർത്തീകരിച്ചിട്ടുണ്ടാവും. ഭാവിയിൽ ഒരു സംഗതി പൂർത്തീകരിച്ചിട്ടുണ്ടാവും. ഐ വിൽ ഹാവ് ബോട്ട് മെഴ്സിഡസ് ബെൻസ് ബൈ 2027. 2027 ആകുമ്പോഴേക്ക് ഞാൻ മെഴ്സിഡസ് ബെൻസ് വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഭാവിയിൽ ഒരു നിശ്ചിത കാലഘട്ടത്തിനുള്ളിൽ പൂർത്തീകരിച്ചിട്ടുണ്ടാവും എന്ന് പറയാനാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ഐ വിൽ ഹാവ് കംപ്ലീറ്റഡ് മൈ വർക്ക് ബൈ ഈവനിങ്, ഞാൻ വൈകുന്നേരത്തിനിടക്ക് എൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ടാവും. അത് നമുക്ക് ബാക്കി എല്ലാ സബ്ജക്റ്റുമായിട്ട് ചേർത്ത് പറയാം. യു വിൽ ഹാവ് കംപ്ലീറ്റഡ് യുവർ വർക്ക് ബൈ ഈവനിങ്. വി വിൽ ഹാവ് കംപ്ലീറ്റഡ് അവർ വർക്ക് ബൈ ഈവനിങ്. ദേ വിൽ ഹാവ് കംപ്ലീറ്റഡ് ദെയർ വർക്ക്. ടീച്ചേഴ്സ് വിൽ ഹാവ് കംപ്ലീറ്റഡ് ദെയർ വർക്ക് ബൈ ഈവനിങ്. ഹി വിൽ ഹാവ് കംപ്ലീറ്റഡ് ഹിസ് വർക്ക് ബൈ ഈവനിങ്.
She will have completed her work by evening. It will have completed by its work by evening. Teacher will have completed his work by evening. Baiju will have completed his shooting by evening. അപ്പോൾ ഭാവിയിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തീകരിച്ചിട്ടുണ്ടാവും എന്ന് പറയാൻ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. ഇനി ഇതുവരെ പഠിച്ച 11 ടെൻസസിനെ നമ്മളൊന്നും കൂടി റിവൈൻഡ് ചെയ്യാണ്. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു സെല്ലായിക്കോട്ടെ, വിൽക്കുക. ഐയും യുവും പറഞ്ഞു, വി ചേർത്ത് പറയാനേ. വി സെൽ, വി ആർ സെല്ലിങ്, വി ഹാവ് സോൾഡ്, വി ഹാവ് ബീൻ സെല്ലിങ്, വി സോൾഡ്, വി വെയർ സെല്ലിങ്, വി ഹാഡ് സോൾഡ്, വി ഹാഡ് ബീൻ സെല്ലിങ്, വി വിൽ സെൽ, വി വിൽ ബി സെല്ലിങ്, വി വിൽ ഹാവ് സോൾഡ്. സോ അപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് വരെ ഇപ്പോൾ നമ്മൾ പഠിച്ചു. ഇനി ഒരു ടെൻസ് കൂടിയുള്ളൂ, 12ാമത്തെ ടെൻസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോർമുല സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് V1 പ്ലസ് ING ആണ്. ഒന്നുകൂടി പറയാം, സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് ബീൻ പ്ലസ് V1 പ്ലസ് ING. I will have been working, you will have been working, they will have been working, boys will have been working, he will have been working, she will have been working, it will have been working, teacher will have been working, Arjun will have been working. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ടത് ഇതിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളതാണ്. സി, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പ്രസൻറ്റ് ടെൻസിലും പാസ്റ്റ് ടെൻസിലും വരുമ്പോൾ എന്തായിരുന്നോ അത് തന്നെയല്ലേ നമുക്ക് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വരുമ്പോഴും കമ്പയർ ചെയ്ത് നോക്കാനുള്ളത്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഉപയോഗം എന്തായിരുന്നു? തൊട്ട് ഒരു നിശ്ചിത കാലം മുമ്പ് തുടങ്ങിയ പ്രവൃത്തി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഐ ഹാവ് ബീൻ ടോക്കിംഗ് സിൻസ് മോർണിംഗ്, രാവിലെ മുതൽ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി ഇത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലായപ്പോൾ എന്തായി? ഹി ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ ദാറ്റ് കമ്പനി for 10 years when I visited Dubai in 2020. 2020 ഞാൻ അവിടെ വിസിറ്റ് ചെയ്യുമ്പോൾ അതിനു മുമ്പ് 10 വർഷമായി അവൻ ആ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് വരുമ്പോൾ എന്താവും? He will have been working in the company for 10 years when I will visit him in 2026. 2026 അവിടെ സന്ദർശിക്കുമ്പോൾ അവൻ ആ കമ്പനിയിൽ 10 വർഷമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാവും. ഒരു നിശ്ചിത കാലത്തോളമായി, ഒരു നിശ്ചിത കാലം മുതൽക്ക് തുടങ്ങിയ പ്രവൃത്തി അപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാവും എന്ന് പറയാനാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 12 ടെൻസസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഒരു ഫൈനൽ ഇതിലേക്ക് വരുമ്പോൾ ഇനി ഞാൻ എന്താ പറയുക, വാങ്ങുക എന്നുള്ള വെർബ് വെച്ച് പറയാണ്. ദേ ബൈ, ദേ ആർ ബൈയിങ്, ദേ ഹാവ് ബോട്ട്, ദേ ഹാവ് ബീൻ ബൈയിങ്, ദേ ബോട്ട്, ദേ വെയർ ബൈയിങ്, ദേ ഹാഡ് ബോട്ട്, ദേ ഹാഡ് ബീൻ ബൈയിങ്, ദേ വിൽ ബൈ, ദേ വിൽ ബി ബൈയിങ്, ദേ വിൽ ഹാവ് ബോട്ട്, ദേ വിൽ ഹാവ് ബീൻ ബൈയിങ്. 12 ടെൻസസും നമുക്ക് തറവായി പഠിക്കാൻ കഴിഞ്ഞു. ഇതേപോലെ എല്ലാ സബ്ജക്ട്സിനെയും ചേർത്ത് 19ാമത്തെ പേജിൽ എന്തൊക്കെയുണ്ടോ ആ വാക്കുകളൊക്കെ ഒന്നും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ നാവിലേക്ക്, നിങ്ങളുടെ സ്പീച്ച് ഓർഗൻസിനെ ഒന്ന് പരിചയപ്പെടുത്തുക. തീർച്ചയായും ടെൻസസ് ശരിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ വലിയൊരു ഭാരം ഇല്ലാതാവും.